ഓം നമോ നാരായണായ. 18 മാസത്തിനു ശേഷം കേതുവും ശുക്രനും ഒന്നിക്കുന്നു. കാത്തിരിക്കുന്നത് മഹാസൗഭാഗ്യങ്ങൾ. രാശിമാറ്റത്തിനിടയിൽ ഗ്രഹങ്ങൾ ഒരേ രാശിയിലോ പൊരുത്തമുള്ളതോ അല്ലാത്തതോ ആയ ഭാവങ്ങളിലോ വരാം. അത്തരം ഗ്രഹസംയോഗങ്ങൾ ശുഭയോഗങ്ങൾക്കും അശുഭയോഗങ്ങൾക്കും കാരണമാകുന്നു. അതിന്റെ പ്രതിഫലനങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകാം. ആഗസ്റ്റ് 25-ന് ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ദേവനായ ശുക്രൻ കന്നി രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഛായാഗ്രഹമായ കേതു നേരത്തെ തന്നെ ഈ രാശിയിൽ ഉണ്ട്. അങ്ങനെ കന്നിയിൽ കേതുവിന്റെയും ശുക്രന്റെയും സംയോഗമുണ്ടാകാൻ പോകുകയാണ്. ഈ സംയോഗത്തിന്റെ ശുഭഫലങ്ങൾ പ്രധാനമായും 3 രാശികളിലാണ് അനുഭവപ്പെടുക. അവർക്ക് ഈ കാലയളവിൽ സൗഭാഗ്യങ്ങളും ധനലബ്ധിയും ഉണ്ടാകും. ഈ രാശികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. മകരം ആണ് ആദ്യത്തെ രാശി. ശുക്രന്റെയും കേതുവിന്റെയും സംയോഗം മകരം രാശിക്കാർക്ക് ശുഭഫലങ്ങൾ നൽകും. കാരണം ഈ രാശിയുടെ വാഗ്യവുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ഈ സംയോഗമുണ്ടാകുന്നത്. അതുകൊണ്ട് ഈ കാലയളവിൽ ഭാഗ്യത്തിന്റെ കടാക്ഷം ഇവരുടെ മേൽ ഉണ്ടാകും. കൂടാതെ ധനം, കരിയർ, സമ്പാദ്യം എന്നീ മേഖലകളിലും നേട്ടങ്ങൾ ഉണ്ടാകും. സ്വദേശത്തും വിദേശത്തുമായി യാത്രകൾ നടത്താനുള്ള ഭാഗ്യമുണ്ടാകും. ആഘോഷങ്ങളിലോ മംഗളകാര്യങ്ങളിലോ പങ്കുകൊള്ളും. ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരമാകുകയും പങ്കാളിയുമായി കൂടുതൽ ഒരുമയോടെ ജീവിക്കുകയും ചെയ്യും. ധനു ആണ് അടുത്ത രാശി. ശുക്രന്റെയും കേതുവിന്റെയും സംയോഗം ധനുരാശിക്കാർക്കും വളരെയധികം നേട്ടങ്ങൾ നൽകും. കാരണം ഈ സംയോഗം അവരുടെ കർമ്മഭാവത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ജോലിയിൽ അല്ലെങ്കിൽ കർമ്മരംഗത്ത് പുരോഗതിയുണ്ടാകും. അപ്രതീക്ഷിതമായ ധനലാഭവും ഇവർക്ക് കൈവരാം. ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് വളരെ അനുകൂലമായ സമയമാണ്. അവർക്ക് ലാഭവും ബിസിനസ് വളർച്ചയും ഉണ്ടാകും. നേരത്തെ ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും സമാധാനം ഉണ്ടാകുകയും ചെയ്യും. തൊഴിൽരഹിതർ ആയിട്ടുള്ളവർക്ക് ജോലിക്കുള്ള അവസരം കൈവരും. ഉദ്യോഗസ്ഥർക്ക് ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. കന്നി ആണ് അടുത്ത രാശി. കന്നി രാശിയിൽ ജനിച്ച ആളുകൾക്കും ശുക്രന്റെയും കേതുവിന്റെയും സംയോഗം വളരെ ശുഭകരമായിരിക്കും. കാരണം ഈ സംയോഗം അവരുടെ ലഗ്നഭാവത്തിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ കാലയളവിൽ ഇവരുടെ വ്യക്തിത്വം കൂടുതൽ ആകർഷകമായി തീരും. മാത്രമല്ല വിവാഹിതർക്ക് ദാമ്പത്യം കൂടുതൽ മധുരതരമാകും. എല്ലാ കാര്യങ്ങളിലും ജീവിത പങ്കാളിയുടെ സഹകരണവും പിന്തുണയും ഉണ്ടാകും. വിവാഹതടസ്സങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ കാലയളവിൽ കല്യാണയോഗം ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് ജോലിസ്ഥലത്ത് തിളങ്ങാൻ കഴിയും. അവരുടെ കഴിവുകൾ തിരിച്ചറിയപ്പെടുകയും അതിനനുസരിച്ചുള്ള നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും.